പുല്ല് വെട്ടാൻ തന്നെ രൂപ എത്രയായി അല്ലേ? ഞാൻ പറയാം, ഒരു മണിക്കൂറിന് പുല്ല് വെട്ടിച്ചൂടെ വൃത്തിയാക്കി ഇട്ടൂടെ എന്ന് ചോദിക്കുന്നവര് ഇതും കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാട്ടോ. പറയാൻ പാടില്ല എങ്കിലും ഞാൻ അഡ്വാൻസ് മുൻകൂർ ജാമ്യം എടുത്ത് പറയാം. ഇടിയപ്പത്തിന്റെ കൂടെ തേങ്ങാപ്പാൽ കഴിക്കുന്നവർ ആരൊക്കെയാന്ന് പറയണേ? അത് മിണ്ടണില്ലല്ലോ. ആ അത് ശരിയാ, കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ അത് ഇത് നോക്കിയേ. അപ്പൊ നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് പലരും എനിക്ക് ഇത് ആമസോണിൽ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഞാൻ ബ്ലാക്ക് മേടിച്ചത്. അയ്യോ, ചീസ് കൊണ്ട് നല്ല രസം ഇത് കാണാൻ. എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. പറമ്പ് നല്ല ക്ലീൻ ആയി. ഇതിനധികം താമസമൊന്നും ഇല്ല കിളിർക്കാൻ. പിന്നെ വേനലായതുകൊണ്ട് ഇച്ചിരി ഒന്ന് പതുക്കെ ആയിരിക്കും മാത്രം. സീസൺ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അല്ലേ, അത് മാത്രമേ ഒരു ആശ്വാസമുള്ളൂ. വീണ്ടും ഇത് തന്നെ നല്ല പൈസ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. പുല്ല് വെട്ടാൻ തന്നെ രൂപ എത്രയായി അല്ലേ? ഞാൻ പറയാം, ഒരു മണിക്കൂറിന് 400 രൂപയാണ്. 2 ദിവസം ഫുൾ ഡേ നിർത്തി. 2 ദിവസം ഫുൾ ഡേ നിർത്തി. അത് ശരി. അപ്പൊ രൂപ എത്രയായി? അല്ല, ഇനിയുണ്ട്. ഇനിയും അപ്പോൾ പറഞ്ഞു ആ സൈഡിലേക്ക് അങ്ങനെ വെട്ടണ്ട, ഫ്രണ്ടിലാ വന്നെ കൊമ്പുണ്ട് ആ ഏരിയ മൊത്തം വെട്ടാൻ്റെ. അത് ഒരു ദിവസം ഒരു 2 മണി വരെ ഉണ്ട്, 9 മുതൽ എന്തായാലും 1:30-2 വരെ. അപ്പൊ പുല്ല് വെട്ടിച്ചൂടെ വൃത്തിയാക്കി ഇട്ടൂടെ എന്ന് ചോദിക്കുന്നവര് ഇതും കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാട്ടോ. മാക്സിമം എൻ്റെ അഭിപ്രായം പറഞ്ഞാലില്ല, അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും ഞാൻ അഡ്വാൻസ് മുൻകൂർ ജാമ്യം എടുത്ത് പറയാം. മാക്സിമം ഒരു 1/2 ഏക്കറൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ നിലവാരത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. എങ്ങനെയെങ്കിലും ഒരാളെ എങ്ങനെയെങ്കിലും കാല് പിടിച്ച് നിർത്തി വല്ലപ്പോഴും ഒക്കെ വെട്ടിച്ച് എന്തെങ്കിലുമൊക്കെ നട്ട്, ഇതിങ്ങനെ പരന്ന് കിടക്കണ സ്ഥലത്ത് ഇതൊന്നും നടക്കണ കാര്യമല്ല. പിന്നെ പറയുമ്പോൾ എല്ലാവർക്കും ഈസിയാണ്. പിന്നെ ഈ പറമ്പിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഈ ഭാഗത്തൊന്നും അങ്ങനെ ആരും എടുക്കില്ല. പാട്ടത്തിന് കൊടുക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃഷി അവരിറക്കിക്കഴിഞ്ഞാൽ പറമ്പ് നീറ്റായിട്ട് കിടക്കും. അതിൻ്റെ ഒരു വീതമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കൂലേ. പണ്ടത്തെ കാലത്ത് ചെയ്യും, വാഴ കപ്പയൊക്കെ നടും, ചേനയൊക്കെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ ഹിറ്റാച്ചിക്കാരനോട് നാൾ പറഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേനൽ മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. വീടിൻ്റെ പരിസരം വിട്ടേച്ച് ബാക്ക് സൈഡിലേക്കെല്ലാം കൊടുക്കാൻ. അപ്പം ഇതൊക്കെ ബോർഡറായി കഴിയുമ്പോൾ പിന്നെ ഇതാവുമല്ലോ. അപ്പം അങ്ങനെ അല്ലാണ്ട് ഈ ഏരിയ ഒന്നും ഒരു ഏരിയ വെട്ടുമ്പോൾ മറ്റേ ഏരിയ ആകും. ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം 1/2 ഏക്കറൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ തലമുറകളായിട്ട് കിട്ടിയേക്കണ വസ്തു ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. അതെ, ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇട്ടേക്കണതാണ്. തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒന്നും പറയാൻ പറ്റൂലല്ലോ, നമുക്ക് കടത്തി പറയാൻ പറ്റൂല. ഓക്കെ. ഒരു ദിവസം 5 മണിക്കൂറല്ലേ പുല്ല് വെട്ടാൻ എടുക്കുന്നവരെടുക്കണേ? 5 അല്ല, അവരോട് 8:30 വരാൻ പറഞ്ഞ 8:30 മുതൽ 5:30 വരെ നിൽക്കും. അപ്പൊ എത്ര മണിക്കൂറായി? കണക്കിന് മിടിക്കുകയോ ഒന്ന് കൂട്ടിയേ. 10, 11, 12, 1, 2, 3, 4, 5, 9 മണിക്കൂർ. 9 മണിക്കൂർ. അതിൽ 1 മണിക്കൂർ ലഞ്ച് ബ്രേക്കാ. ആണോ? അപ്പൊ 8 മണിക്കൂർ. 8 × 400 3200. 3200. 2 ദിവസം ആയപ്പോ 6400 രൂപയുടെ പുല്ലുവെട്ടലാണ് ഈ നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് എപ്പോഴും ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോ ഈ അവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂട്ടോ. പിന്നെ ഇനി 1 ഡേയും കൂടെ നിർത്തണ്ട. അത് ഹാഫ് ഡേ ഉണ്ടാവുള്ളൂ. 2 മണിയാകുമ്പോഴത്തേക്കും കഴിയും. ഉദ്ദേശം താഴത്തെ തൊട്ടിയിലേക്ക് വിടുന്നില്ല എന്നപ്പോ പറഞ്ഞു. അത് നടക്കൂലെന്നേ. അങ്ങനെയൊക്കെ ചെയ്യാൻ മുതലാവൂല. അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ ഒന്നുമില്ല. ഈ പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ പറമ്പിൽ കൃഷി ഇറക്കണ കിഴക്കൻ മേഖലയിലാണെങ്കിൽ നമ്മളിങ്ങനെ ക്ലീൻ ആക്കിയിട്ട് പറമ്പിൽ പല സംഗതിയും കാണും. ഇവിടെ അങ്ങനെ നോക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് പറമ്പിൽ മാവും പ്ലാവും തെങ്ങും വാഴയൊക്കെ ഉള്ളൂ, പല വൃക്ഷങ്ങളൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും പറമ്പിലില്ല. അപ്പം പിന്നെ അതിൽ നിന്ന് ഇൻകം ഒന്നുമില്ല. അപ്പം ക്ലീൻ ചെയ്ത് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അത്ര നടക്കൂല. വീടും അതിൻ്റെ ചുറ്റും പുറം ഇറങ്ങി ഒരു നടക്കണ ഭാഗവും ക്ലീൻ ചെയ്തിടുക എന്നുള്ളത് അത്യാവശ്യം. അതൊക്കെ നടക്കുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും വേണ്ടി പറഞ്ഞതല്ല, കുറേ പേരിങ്ങനെ ചോദിക്കാറില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. ഓക്കെ. ഇന്നമ്മ പതിവ് പോലെ ഇടിയപ്പമാണ്. ഒരു ഇടിയപ്പം ഫുള്ള് ഞാൻ കഴിക്കാൻ വേണ്ടിയാണ് പ്ലേറ്റ് ഇടിയപ്പം അമ്മ ഉണ്ടാക്കി വെച്ചേക്കണേ. അതെനിക്ക് മനസ്സിലായി. കുഞ്ഞിടിയപ്പാണെങ്കിൽ ഞാൻ ഒരെണ്ണേ കഴിക്കുള്ളൂ. മറ്റേ പ്ലേറ്റ് ഇടിയപ്പം ആകുമ്പോൾ ഒരെണ്ണാകുമ്പോൾ 2 ഇഫക്റ്റ് ഉണ്ടല്ലോ. അതാണ് എനിക്ക് മനസ്സിലായി. ചെറിയ ഇടിയപ്പം വേറെ ഞാൻ കഴിച്ചു. നേരത്തെ കഴിച്ചോ? 7 മണിയായി. ഞാൻ കഴിച്ചു.
ഇടിയപ്പത്തിന്റെ കൂടെ തേങ്ങാപ്പാൽ കഴിക്കുന്നവർ ആരൊക്കെയാന്ന് പറയണേ. സാധാരണ എല്ലാവരും കറിയാ കഴിക്കണേ. മുട്ടക്കറിയും ഇറച്ചിക്കറിയും. ഓ, അമ്മ പറയണ എന്താണെന്നറിയോ, ബ്രേക്ക്ഫാസ്റ്റിന് കറി കഴിക്കും, വൈകിട്ട് ഇങ്ങനെ കാഷ്വലായിട്ടൊക്കെ നമ്മൾ കഴിക്കില്ലേ, അന്നേരം തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കും എന്നാണ് അമ്മയുടെ ഭാഷ്യം. അതെ, രാവിലെ ആകുമ്പോൾ മധുരം കഴിക്കാൻ ഒരു ഇച്ചിരി മടിയായിരിക്കും പലർക്കും. നമ്മൾ രാവിലെ തേങ്ങാപ്പാൽ കഴിക്കില്ലെന്നാണ് പറയണേ. പക്ഷെ അമ്മ ഉണ്ടാക്കണ സമയത്തൊക്കെ ഈ തേങ്ങാപ്പാലാണ് എപ്പോഴും. വൈകുന്നേരമല്ലേ ഉണ്ടാക്കാറ്. എത്ര പ്രാവശ്യം കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് മിണ്ടണില്ലല്ലോ. ആ, അത് ശരിയാ, കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രീൻ പീസ്, മുട്ടക്കറി. അമ്മക്ക് ഇഷ്ടം തേങ്ങാപ്പാല. അത് കറക്റ്റാ, എനിക്കിഷ്ടം തേങ്ങാപ്പാലാ. പക്ഷെ ഞാൻ കറി ഉണ്ടാക്കാറുണ്ട്. ആ, ഇത് അമ്മാച്ചന്റെ അല്ലേ പൈനാപ്പിള്? അമ്മാച്ചന്റെ പൈനാപ്പിൾ. പിന്നെ അവിടെ നമ്മുടെ ആത്തച്ചക്ക. ആ, ആത്തച്ചക്ക അവിടെ ഇരിപ്പുണ്ട്. ആദ്യം ഇത് നോക്കിയേ, എന്നതാണ് വെയിറ്റ് ഇല്ല, ചെറിയൊരു സാധന, വെയിറ്റ് ഇല്ല. പാകാവോന്ന് അറിയില്ല, ഞാൻ ഉദ്ദേശം വെച്ച് മേടിച്ചതാ. ഉടുക്കാനുള്ളതൊന്നും അല്ല. എന്നാന്നൊരു പിടിയില്ല, വലിയ പെട്ടിക്കാത്ത വന്നത്. കൊറിയറാ അല്ലേ? നല്ലതാ. ഗ്യാസിന് പറഞ്ഞതാ. ഗ്യാസ് സേവർ ബർണർ സ്റ്റാൻഡ്. ഫാൻ ഇടുമ്പോ കെടാതിരിക്കാൻ. ഇല്ല, അത് നല്ല ഡൗൺ പോകും. ആ, അത് സ്റ്റീൽ കളർ മേടിച്ചപ്പോ നമ്മുടെ ഒത്തിരി അത് കളറ് പോയല്ലോ. അപ്പൊ നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് പലരും എനിക്ക് ഇത് ആമസോണിൽ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഞാൻ ബ്ലാക്ക് മേടിച്ചത്. ഇതാകുമ്പോ കളറ് പോണത് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ലല്ലോ. മറ്റേത് ഭയങ്കര മോശമായിപ്പോ. അതെ 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 അതെ, വെച്ച് നോക്കാം. റേറ്റ് എത്രയാടി ഇതിന്? അത് എനിക്ക് അത്ര ഓർമ്മയില്ല. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇതിനകത്ത് ഇടാം, ടാഗ് ചെയ്തിടാം, അപ്പൊ അത് കാണാലോ. വെച്ച് നോക്കാതെ നമുക്ക് മാറ്റാം. അതെ, മാറ്റി കിട്ടുമോ? കിട്ടുമെന്ന് തോന്നണു. ഞാൻ ഓർക്കണില്ല. ഇപ്പൊ കുറച്ചുനാള് മുന്നേ ഓർഡർ ചെയ്തേ. ഇത് ഞാൻ പറഞ്ഞ സാധനം തന്നെ, ടിഷ്യൂ പേപ്പർ. രണ്ടെണ്ണത്തില് ഒരു പാക്കറ്റ് ഫുൾ തീർന്നായിരുന്നു. ഞാൻ പറഞ്ഞ എടുത്തോളാം, ഒരെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ. അന്നും അങ്ങനെ തന്നെയായിരുന്നു. അതെ 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 അതെ, ഇവിടെ നിന്നാന്ന് തോന്നുന്നു, ലുലു മാളിൽ. ലുലു തന്നെയാ മേടിച്ചത്. നല്ല ടിഷ്യൂ ആണ്, വളരെ നല്ലതാണ്. ഇനി സാധാരണ ഒയ്യോ ചീസ് കൊണ്ടുവന്നോ. അത് ഓരോ ബ്ലോക്ക് ആയിട്ടാ, അതൊക്കെ വേഗം തീരും. ഇവിടെ ചീസ് അല്ലെങ്കിൽ അങ്ങനെയാണ് ചിലത് ബ്ലോക്ക് ആയിട്ടാ. ക്യൂബ് 1/2 കിലോ ഇല്ല, 200 ഗ്രാമേ ഉള്ളൂ. അത് ക്യൂബ് ആയതുകൊണ്ടാ. ഞാൻ നിന്റെ മീനട്ട് മുഴുവൻ അത് പറയണ്ടേ, ഇത് പൊട്ടിക്കണ്ട കേട്ടോ, കാരണം കണ്ടെയ്നറിൽ അടച്ചു വെക്കാം. നല്ല രസം ഇത് കാണാൻ. ആ പീനട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഉരുണ്ട ഇവിടെ ഇരിക്കുന്ന പീനട്ട് തീർന്നു കഴിയുമ്പോ ഈ പീനട്ട് പൊട്ടിക്കാം. നല്ലതാ. 88 റുപ്പീസ്, 300 സംതിങ് ഗ്രാം ഉണ്ട്. ഉരുണ്ട പീനട്ടാ. എന്നോട് എടുത്തപ്പോൾ ചോദിച്ചു 300 കൂടിയാൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചിലർക്ക് കറക്റ്റ് 300 തന്നെ വേണമല്ലോ. ഫുഡൊക്കെ ആണെങ്കിൽ ഞാൻ കറക്റ്റ് ആ അളവ് തന്നെ എടുപ്പിക്കുള്ളൂ. ബിരിയാണി പോലെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോൾ കൂടിക്കഴിഞ്ഞാൽ അത്രയും ഞാൻ കഴിക്കില്ല. അത് കാരണം അതെന്നാന്ന് നോക്കിയേ, എനിക്ക് അവിടുത്തെ അൾജീരിയ ഡേറ്റ്സ് ഭയങ്കര ഇഷ്ടം. പച്ച ഈന്തപ്പഴം പഴുത്ത് വന്ന ആ ഒരു ഫോം, അതെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഓറഞ്ചാ, 78 രൂപ. അതൊന്നും അറിയില്ല. ഓറഞ്ചിന്റെ സീസൺ കഴിഞ്ഞു തുടങ്ങിയപ്പോ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സെലക്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാ. അത് പുറത്തുനിന്നാട്ടോ, ലുലുന്നല്ല. ഇത്ര ഉള്ളൂ ഇന്നത്തെ സാധനങ്ങളെ. ഈ സാധനം ഒന്ന് ഗ്യാസിൽ വെച്ച് നോക്കാട്ടോ. എന്നിട്ട് ഒരെണ്ണം അങ്ങ് കഴിച്ചു നോക്കാം. അമ്മയ്ക്ക് പക്ഷെ ഇത് ഇഷ്ടാണോ, ഈ മോഡൽ ഈന്തപ്പഴം? അത് വേണ്ട, ഇങ്ങനത്തെ, അതായത് പച്ച പഴുത്ത് വന്നെ ആ ഒരു ഫോം. എനിക്കത് ഭയങ്കര ഇഷ്ടാ. എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. കഴിച്ചോളാം. ആ കവറൊന്ന് കാണിച്ചേ, കാണാൻ വേണം. തുറന്ന്
അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ തുറക്കാൻ പറഞ്ഞത് കൊണ്ടല്ലേ ചുണ്ടിരിക്കും അവിടെ ബില്ലടിച്ചിടണം. ഈന്തപ്പഴം കാണിക്കാനാ? ആ അതെ, ഇതാണ് ആ ഈന്തപ്പഴം. 300 ഗ്രാം എങ്ങാണ്ടുണ്ട്. ഇത് എഴുതിയിട്ടുണ്ട്. 1 കിലോ 107 രൂപ കേട്ടോ. ആ 299 1 kg. തൂക്കി നമുക്ക് എടുക്കണ സെഷനിൽ എടുക്കുക. ഇട്ട് കാണിക്കാം. ഹണിയുടെ കുപ്പി കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമായി ഈ ഒരു ടൈപ്പ് ഡേറ്റ്സ്. നീ എപ്പോഴും പറയാറുണ്ട്. ആ പച്ചയുടെ രുചിയും കിട്ടും, പഴുത്തതിന്റെ രുചിയും കിട്ടും. വെയിറ്റ് ഉണ്ട് അതിന്, അത് മെറ്റലായതുകൊണ്ടാ. മെറ്റലായതുകൊണ്ടാ. വെച്ച് നോക്കാം. പാകമായാ മതിയായിരുന്നു. ആയിരിക്കും. ആ കറക്റ്റാണ്. കറക്റ്റ്, ഒരു കുഴപ്പമില്ല. അതിൽ നിന്നോട്ട് ഇനി മാറ്റണ്ട. നീ ഇതെടുത്ത ത്രോയിട്ടവേ. ആ അതാണ് നമ്മുടെ പഴയത് മേടിച്ചപ്പോഴും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴേ അതിന്റെ ഈ കളറൊക്കെ പോയി. പെയിന്റ് ഇടാൻ ഒത്തിരി പേര് പറഞ്ഞു. പെയിന്റ് ഇടാതിരുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ചൂടടിക്കുമ്പോൾ പെയിന്റ് പൊളിഞ്ഞു പോയി. അതുകൊണ്ടാട്ടോ ഞങ്ങൾ പെയിന്റ് ഇടാതിരുന്നത്. അപ്പൊ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതനുസരിച്ച് ഈ മോഡല് ആമസോണിൽ നിന്നാണോ? പലരും എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു ആമസോണിലൊക്കെ. അപ്പൊ അത് വാങ്ങിച്ചു. ഇച്ചിരി ഒരു ലൂസ് ഉണ്ടോ? ലൂസല്ലേ ഇർക്ക്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ സെറ്റായി. അത് ഇരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും തുടക്കത്തില്. അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സെറ്റായി. അവിടെ ഇരുന്നോളൂ. വേനൽക്കാലത്ത് ഫാൻ ഇടാതെ എങ്ങനെ നിൽക്കും? പാത്രം ഒന്ന് വെച്ച് നോക്കിയേ. പാത്രം വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് വെച്ചിരിക്കാം. വലിയ ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. മാറ്റട്ടെ കേട്ടോ.